ഹരേ കൃഷ്ണ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ചിന്താഗതികളെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. മനസ്സിൽ കാലുഷ്യവും അസൂയയും കുടിലതയുമുള്ള ഒരാൾ പാചകം ചെയ്യുന്ന ഭക്ഷണം അത് കഴിക്കുന്നവരിൽ അതേപോലെ തന്നെയുള്ള വികാരങ്ങൾ ഉണ്ടാക്കും. ഉദാഹരണമായി ഒരു കഥ പറയാം. അടുത്തടുത്തുള്ള 2 വീടുകൾ. ആ വീട്ടുകാർക്കൊരു പേര് കൊടുക്കാം. ആദ്യത്തെ വീട് ശാന്തി ഭവനം, അതിനടുത്തുള്ള വീട് അശാന്തി ഭവനം. ഇനി ശാന്തി ഭവനത്തിൽ അച്ഛനും അമ്മയും 2 കുട്ടികളും, അശാന്തി ഭവനത്തിലും അതേപോലെ അച്ഛനും അമ്മയും 2 കുട്ടികളുമാണ് ഉള്ളത്. ശാന്തി ഭവനത്തിലെ അമ്മ എന്നും കിടക്കുന്നതിന് മുമ്പ് അടുക്കള തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഉറങ്ങുന്നത്. പിറ്റേ ദിവസം അതിരാവിലെ മുറ്റം വൃത്തിയാക്കി അലക്കാനുള്ളതെല്ലാം വാഷിംഗ് മെഷീനിലിട്ട് കുളിച്ച് അടുക്കളയിൽ കയറി പ്രാർത്ഥിച്ച് ഗ്യാസ് ഓണാക്കി ഫുഡ് ഉണ്ടാക്കാൻ ആരംഭിക്കുന്നു. എന്നും അവർ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഹരേ കൃഷ്ണ എന്നോ അമ്മേ നാരായണ എന്നോ ഓം നമഃശിവായ എന്നോ ഒക്കെ ജപിച്ചുകൊണ്ടാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത്. ആ വീട്ടിൽ അവർ വളരെ അടുക്കും ചിട്ടയുമായി എല്ലാവരും ജീവിച്ചു. ആർക്കും വലിയ അഭിപ്രായ വ്യത്യാസമോ കലഹങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ആയിരുന്നു അവർ ജീവിച്ചു വന്നത്. മക്കളെ പഠിപ്പിച്ചു, വലിയ നിലയിലെത്തിച്ചു. മാത്രമല്ല ആ മക്കളും അച്ഛനമ്മമാരുടെ പാത പിന്തുടർന്ന് സ്വസ്ഥമായ ജീവിതം നയിച്ചു. ഇനി രണ്ടാമത്തെ വീട് അശാന്തി ഭവനം. അടുക്കും ചിട്ടയും ഒന്നുമില്ലാതെ വൃത്തിഹീനമായ അടുക്കളയിലേക്ക് അവർ കയറി പാചകം തുടങ്ങും. ഭക്ഷണം പാചകം ചെയ്യുമ്പോഴൊക്കെ പരാതിയും പരിഭവങ്ങളും ദേഷ്യവും എല്ലാം കൊണ്ടാണ് അവർ ഭക്ഷണം പാചകം ചെയ്യുന്നത്. മനസ്സ് കലുഷിതമാക്കി വെച്ചാണ് അവർ പാചകം ചെയ്തത്. ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾ സ്കൂളിലായാലും വീട്ടിലായാലും എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. നാട്ടുകാരുടെയും ടീച്ചേഴ്സിൻ്റെയും പരാതി കേട്ടും മടുത്തു അവരുടെ അച്ഛനമ്മമാർ. അവസാനം അവർ 10ൽ പഠിത്തം നിർത്തി കൂലിപ്പണിക്ക് പോയി തുടങ്ങി. അവിടെയും അവർ അടങ്ങി നിന്നില്ല. എന്ന് മാത്രമല്ല, മദ്യപാനവും ലഹരി ഉപയോഗവും തുടങ്ങി. കാരണം അവർ കഴിച്ചു വളർന്നത് എപ്പോഴും കലഹിച്ചും ക്രോധിച്ചും അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. ഭക്ഷണം നമ്മുടെ മനസ്സിനെ വളരെയേറെ സ്വാധീനിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ബോധം വികസിക്കുന്നതും. ആരാണോ പാചകം ചെയ്യുന്നത് അവരുടെ മനസ്സും ചിന്തയുമെല്ലാം ആ ഭക്ഷണം കഴിക്കുന്നവരുടെ ആരോഗ്യത്തെയും മനസ്സിനെയും ആത്മീയമായും ശാരീരികമായും വളരെയേറെ സ്വാധീനിക്കും. നന്മയുടെ രീതിയിൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ശുദ്ധമായ ഭക്ഷണം നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ശാന്തമായ സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. പഴകിയതോ ചീഞ്ഞതോ ആയ ഭക്ഷണമോ അമിതമായ എരിവ്, പുളി, കയ്പ് ഇതൊക്കെ മനസ്സിൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണമാവും. സാത്വിക ഭക്ഷണങ്ങൾ ശുദ്ധമായി കണക്കാക്കപ്പെടുന്നു. ശാന്തി, സമാധാനം, സ്വസ്ഥത ഇവയൊക്കെ തരുന്നു സാത്വികമായ ഭക്ഷണം. ഭക്ഷണത്തിന് മാത്രമല്ല കേട്ടോ ഉണ്ടാക്കുന്ന പണം, അത് നേർവഴിക്ക് അധ്വാനിച്ചുണ്ടാക്കുന്നതാവണം. അല്ലാതെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി മറ്റുള്ളവരുടെ കണ്ണീര് വീഴ്ത്തി ഉണ്ടാക്കുന്ന പണം കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാലും ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല. നേർവഴിക്ക് ഉണ്ടാക്കുന്ന പണം കൊണ്ട് സച്ചിന്തയോടെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുമ്പോൾ ആ വീട്ടിൽ ശാന്തി വിളയാടും തീർച്ച. അടുപ്പ് കത്തിക്കുമ്പോഴായാലും അരിയിടുമ്പോഴായാലും കറി വയ്ക്കുമ്പോഴായാലും തൂക്കുമ്പോഴും തുടയ്ക്കുമ്പോഴും ഒക്കെ ഭഗവാനെ സ്മരിക്കണം. കീർത്തനങ്ങൾ കേൾക്കുകയോ പാടുകയോ ഒക്കെ ചെയ്യാം. ഇനി ഭഗവത് പ്രഭാഷണം കേൾക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സ്വസ്ഥത കൂട്ടും. ഇനി ഈ ഭക്ഷണം ഭഗവാന് സമർപ്പിച്ചിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ കഴിക്കുന്നത് ഭഗവത് പ്രസാദമാണ്. ആ വീട്ടിൽ ശാന്തി, സമാധാനം, എല്ലാത്തിലും വിജയം, മക്കളുടെ നന്മ എല്ലാം ആ മാതാപിതാക്കൾക്ക് കാണാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.